ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്ടറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് കറണ്ട് ഫീലിങ്സ് ആണ് കേട്ടോ. ഈ ഒരു നിമിഷം നിങ്ങൾ ഇത് കേൾക്കുന്ന നിമിഷം നിങ്ങളുടെ വ്യക്തി അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള ഹിഡൻ ഫീലിങ്സ് എന്താണ് നോക്കാം. 5 of Pentacles, 3 of Wands, 8 of Cups, 5 of Cups, 7 of Swords. ബോട്ടം വന്നിട്ടുള്ളത് 2 of Cupsന്റെ എനർജിയാണ്. ആദ്യം കിട്ടിയിരിക്കുന്നത് 5 of Pentaclesന്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ രണ്ട് വ്യക്തികൾ അകന്ന് പോകുന്ന രണ്ട് ആൾക്കാർ അകന്നു പോയി, ഒരു ഇടിമിന്നലും ഉണ്ട്. അപ്പം എന്തോ ഒരു കാരണം, ഒരു ശക്തമായ ഒരു കാരണം കൊണ്ട് രണ്ട് വ്യക്തികൾ അകന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഴയ പോലെ കണക്ട് ചെയ്യാൻ അവർക്ക് പറ്റണില്ല. അത് പക്ഷെ അവര് പുറത്തേക്ക് കാണിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അവരുടെ ഏറ്റവും വിലപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അവര് ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് ഇതൊരു ഗിൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗിൽറ്റ് ഫീലിംഗ് ആണ്, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. മാത്രമല്ല, അവര് ഏറ്റവും ഈ സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് അവർ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം അവരിൽ നിന്ന് പോയ പോലെയാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. 3 of Wandsന്റെ എനർജിയാണ്. പക്ഷേ അവര് സ്റ്റിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അവർ നോക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ആ ഫോട്ടോ നോക്കി നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ അവർ നടത്തുന്നുണ്ടായിരിക്കാം. ആൾറെഡി അവർക്ക് പറയാനുള്ളതൊക്കെ നിങ്ങളുടെ ഫോട്ടോയോട് പറയുന്നുണ്ടായിരിക്കാം. വീണ്ടും ഒരു അവസരം കിട്ടുമോ, അല്ലെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായും കട്ട് ചെയ്ത് പോയതായിട്ട് അവർ ചിന്തിക്കുന്നില്ല. ഇനിയും ഒരു റീകൺസിലേഷൻ ഉണ്ട്, അത് ആലോചിക്കേണ്ട കാര്യമാണ് എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. 8 of Cups ആണ് വന്നിട്ടുള്ളത്. ഇതില് ഒരു സമയത്ത് വെറും എന്താണ് ഒരു വഴിപോക്കരെ പോലെ കാണേണ്ടി വന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. ഏറ്റവും സ്നേഹത്തോടെ ഇരുന്ന ആൾക്കാർ ചില സന്ദർഭങ്ങളിൽ വെറും വഴിപോക്കരെ പോലെ, അപരിചിതരെ പോലെ പെരുമാറേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ. ചിലപ്പോൾ അത് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ട സമയത്ത്, ഈ ഒരു സെപ്പറേഷന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടപ്പോൾ ശരിക്കും രണ്ടുപേർക്കും ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അപരിചിതരെ പോലെ പെരുമാറേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് സ്നേഹമില്ലാത്തോണ്ടല്ല, പക്ഷെ സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ മുന്നേ പറ്റിപ്പോയ ചില കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അകന്നു പോകേണ്ടി വന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങളെന്നൊരു ചിന്ത ഇപ്പോൾ ഉണ്ട്. കാരണം അവര് നിങ്ങൾ സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ടപ്പോൾ ഉള്ള മാനസികാവസ്ഥയൊക്കെ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് അവര്. ഒരു ഉള്ളിലൊരു ശൂന്യതയെന്നുള്ളത് കേട്ടോ അവർക്ക്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി വളരെ ഡീപ്പായിട്ട് നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു പെയിനോട് കൂടി ആലോചിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. 5 of Cupന്റെ എനർജിയാണ്. ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിഗ്രറ്റ് ഉണ്ട്, ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യം. കാരണം നിരാശയാണ്, വളരെ വിഷമത്തിലാണ് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ പാസ്റ്റില് ഇത്രയും ഒരു ഫീലിങ്സ്, ഒരു വിഷമം ചിലപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു സമയം നിങ്ങളെ അവർ വല്ലാതെ മിസ് ചെയ്യുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ അത്രയധികം പെയിനും റിഗ്രറ്റും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ശൂന്യതയാണ് അവരുടെ ജീവിതത്തിൽ. ഇനി ഒന്നുമില്ല എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. മുന്നോട്ടൊന്നും തന്നെ ഇല്ലാത്ത പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്
ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വേണ്ടിയിരുന്നില്ല, ഇത് വേണ്ടിയിരുന്നില്ല, എന്തിനാണ് ഞാനിത് ചെയ്തത് എന്ന് സ്വയം കുറ്റപ്പെടുത്തി വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ അവർ എന്തെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങളോട് വളരെ ക്രൂരതയോടെ അവർ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. എന്തിനാണ് അങ്ങനെ ചെയ്തത്, ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോൾ സ്വയം കുറ്റപ്പെടുത്തി വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് ഇത്. ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതില് ഒരു ഏതൊക്കെയോ സമയത്ത് അവര് നിങ്ങളോട് ഒട്ടും തന്നെ ഫെയ്ത്ത്ഫുൾ അല്ലാതെ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളെ ഒഴിവാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒഴിവായി പോയാൽ മതി എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെ അവർ ചെയ്ത തെറ്റിന് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് എപ്പോഴും തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇത് പൂർണ്ണമായിട്ടും സത്യം പറയുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്ന് തോന്നണില്ല. ഇപ്പോഴും കുറെ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സമ്മതിക്കാൻ പലപ്പോഴും അവർ തയ്യാറല്ല എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അവരത് അത്രത്തോളം പുറത്ത് കാണിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ മുന്നോട്ട് ഒരു ആക്ഷൻ എടുത്ത് വരാൻ അവർക്ക് പേടിയുണ്ട്. ഇതിൽ ബോട്ടം കിട്ടിയിട്ടുള്ള 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതില് ഇത് ഈ ഒരു 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് അവരിപ്പോ തിരിച്ചറിയുന്നത്. നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ, സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നിങ്ങളായിരുന്നു എന്ന് ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുണ്ടായിരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്തായിരുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന സമയത്താണ് അവർക്ക് ആ വേദന വരുന്നത്. കാരണം ഇതില് നിങ്ങളെ അല്ല, ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. തെറ്റുകളോടുകൂടി അംഗീകരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ആ വ്യക്തിക്ക് അറിയാം ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നും അറിയാം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ആ ഒരാളിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം നിങ്ങൾക്കറിയാം. എത്ര ഹൈഡ് ചെയ്ത് വെച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ആ എല്ലാ മിസ്റ്റേക്കുകളോടും കൂടി നിങ്ങൾക്ക് ഇപ്പോഴും അവരെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഈ ഒരു തിരിച്ചറിവ് അവര് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. കാരണം തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ വിട്ടുപോകുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ വിട്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരെ ശരിക്കും ഒരു വേദനയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഇതിലൊരു സോൾ കണക്ഷൻ, അത്രയും വലിയൊരു സോൾ കണക്ഷൻ, ഡീപ്പായിട്ടുള്ളൊരു സോൾ അറ്റാച്ച്മെന്റ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതാണ് അവരുടെ ഡീപ്പ് ഫീലിംഗ് നിങ്ങളെ കുറിച്ചുള്ളത്. അപ്പോൾ ഡീപ്പ് ഹിഡൻ ഫീലിംഗ് ആണ് കേട്ടോ. അത് ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആയാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.